തണൽ ഇന്നത്തെ അധ്യായത്തിൽ പരിചയപ്പെടുത്തുന്നത് തിരുവനന്തപുരം ജില്ലയിൽ വെള്ളനാടിന് സമീപം പൂമല ഉറിയാക്കോട് പ്രവർത്തിച്ചു വരുന്ന ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കുള്ള സവിശേഷ വിദ്യാലയമായ സൗഹൃദ വിദ്യാലയത്തിൻ്റെ വിശേഷങ്ങളാണ്. ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് സൗജന്യ വിദ്യാഭ്യാസവും പരിശീലനങ്ങളും തെറാപ്പികളും നൽകി അവരെ സ്വയം പര്യാപ്തതയിലേക്ക് എത്തിക്കുവാനും സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് അവരെ കൈപിടിച്ചുയർത്തുവാനും വേണ്ടി പ്രയത്നിക്കുന്ന സ്ഥാപനമാണ് സൗഹൃദ വിദ്യാലയം. സൗഹൃദ വിദ്യാലയത്തിൻ്റെ സ്ഥാപകനായിരുന്ന യശശരീരനായ ശ്രീ ആർ സൈമണിൻ്റെയും സഹധർമ്മിണി ശ്രീമതി ലളിതകുമാരിയുടെയും പരിശ്രമമാണ് 2001 കുന്നുവിള എന്ന പ്രദേശത്ത് സുപ്ര ചാരിറ്റബിൾ സൊസൈറ്റിയുടെ കീഴിൽ പ്രവർത്തനം ആരംഭിച്ച സൗഹൃദ വിദ്യാലയം. ഈ ദമ്പതികളുടെ 3 മക്കളിൽ 2 പേർ ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവരായിരുന്നു. അക്കാലത്ത് അവർക്ക് പഠനവും പരിശീലനവും നൽകുവാൻ സമീപ പ്രദേശങ്ങളിൽ സ്പെഷ്യൽ സ്കൂളുകൾ നിലവിൽ ഇല്ലാതിരുന്ന സാഹചര്യത്തിലാണ് സൈമൺ ലളിതകുമാരി ദമ്പതികൾ ഭിന്നശേഷിക്കാരായ കുഞ്ഞുങ്ങൾക്കു വേണ്ടിയുള്ള സൗഹൃദ വിദ്യാലയത്തിന് 2001 ആരംഭം കുറിച്ചത്. എൻ്റെ പേര് ലളിതകുമാരി, ചേട്ടൻ്റെ പേര് സൈമൺ. ഞങ്ങളുടെ 2 കുഞ്ഞുങ്ങളും വൈകല്യമുള്ളവരായിരുന്നു, എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്തവരായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവരെ വളർത്താൻ വളരെ ബുദ്ധിമുട്ടി. ഞങ്ങൾ പല സ്ഥാപനങ്ങളിലും ഒരു അഡ്മിഷന് വേണ്ടിയിട്ട് പോയി. അപ്പോൾ സ്വന്തം കാര്യം നോക്കാത്തവരവരെടുക്കില്ല. അങ്ങനെ ഞങ്ങൾ വളരെ ഭാരപ്പെട്ട്, ഞാനും എൻ്റെ ചേട്ടനും കൂടെ വളരെ ഭാരപ്പെട്ട് പല സ്ഥലങ്ങളും കൊണ്ടുപോയ ശേഷമാണ് ഞങ്ങളുടെ ഇങ്ങനെ ഒരു സ്കൂള് ഞങ്ങളുടെ വീടിനോട് ചേർന്ന് നടത്താൻ തീരുമാനിച്ചത്. വെള്ളനാട് പഞ്ചായത്തിലോ പൂവച്ചൽ പഞ്ചായത്തിലോ ഇങ്ങോട്ട് തിരുവനന്തപുരത്തിന് ഇങ്ങോട്ട് പോളിയോ ഹോം കഴിഞ്ഞ് ഇങ്ങോട്ട് ഇങ്ങനത്തെ ഒരു സ്പെഷ്യൽ സ്കൂളോ ബഡ് സ്കൂളോ ഇല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ വളരെ ഭാരപ്പെട്ടാണ് വീടിനോട് ചേർന്നൊരു സ്കൂൾ നടത്താൻ തീരുമാനിച്ചത്. വളരെ ബുദ്ധിമുട്ടി. തുടങ്ങിയ സമയത്ത് വീടിനോട് ചേർന്നിട്ടുള്ള ബുദ്ധിമുട്ട് അറിയാമല്ലോ. ഒരു 10-12 പിള്ളേർ അന്നുള്ളായിരുന്നുള്ളൂ. അന്ന് 2 ടീച്ചർ വരെ ആയേ ഉള്ളൂ. അവർക്ക് തന്നെ ശമ്പളം കൊടുക്കാൻ വളരെ ബുദ്ധിമുട്ടി, വളരെ ബുദ്ധിമുട്ടി നടത്തി വന്നു. പിന്നെ 2010 വരെ നമ്മുടെ കയ്യിൽ നിന്നാണ് എല്ലാം ചിലവാക്കി നടത്തി വന്നിരുന്നത്. അപ്പോൾ ഈ പൂവച്ചൽ പഞ്ചായത്തും വെള്ളനാട് പഞ്ചായത്തിലുള്ള ഏകദേശം കുട്ടികളും നമ്മുടെ സ്ഥാപനത്തിൽ വരാൻ തുടങ്ങി. വണ്ടി വാടകയ്ക്കെടുത്താണ് കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. 2010 ആയപ്പോഴത്തേക്കും രജിസ്ട്രേഷൻ കിട്ടി. സ്കൂളിന് രജിസ്ട്രേഷൻ കിട്ടിയപ്പോഴത്തേക്ക് ചെറിയൊരു ഗ്രാൻറ്റ്, ഉച്ചഭക്ഷണം എല്ലാം കിട്ടാൻ തുടങ്ങി. എന്നിട്ട് അങ്ങനെ 2010-11 ആയപ്പോഴത്തേക്ക് വീണ്ടും ഓരോ പ്രാവശ്യം ഇൻസ്പെക്ഷൻ വരുമ്പോഴേക്കും സ്വന്തം വീടിനോട് ചേർന്ന് അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഇല്ലാതെ സ്കൂൾ നടത്തിയാൽ തുടർന്ന് പോകാൻ പറ്റില്ല എന്നുള്ള കാര്യം അവരിങ്ങനെ ഓഫീസുകളിൽ നിന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മുടെ റിച്ചാർഡ്സ് സാർ ഞങ്ങൾ സ്കൂൾ നടത്താൻ വേണ്ടിയിട്ട് 10 സെൻറ്റ് സ്ഥലം ഇവിടെ തന്നത് പൂമല. ഇതിനു മുമ്പേ നടത്തിയിരുന്നത് കുന്നുവിളയിലാണ്, അതും പൂവച്ചൽ പഞ്ചായമാണ് ഇവിടെ നടത്താൻ. എന്നിട്ട് പിന്നെ പലരുടെ സഹായത്തോടെയാണ് സ്കൂൾ തുടങ്ങാൻ ആരംഭിച്ചത്. 93 കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. കൂടുതലും എഴുന്നേറ്റ് നടക്കാൻ വയ്യാത്ത കുട്ടികളുണ്ട്. അവർക്ക് ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി കൊടുക്കുന്നുണ്ട്. പിന്നെ 18 വയസ്സിന് മുകളിലുള്ള കുട്ടികളുണ്ട്. അവർക്ക് സ്വയം തൊഴിലിൽ പല രീതിയിൽ പഠിപ്പിക്കുന്നുണ്ട്. പല തൊഴിലുകൾ, തയ്യൽ, പൂക്കളുണ്ടാക്കാൻ, മെഴുകുതിരി, പിന്നെ ലോഷൻ, ഹാൻഡ് വാഷ്, ഡിഷ് വാഷ്, പല കാര്യങ്ങളും ഇവിടെ പഠിപ്പിക്കുന്നു. ഓരോരുത്തരെയും അവരവരെ കഴിവനുസരിച്ച് പഠിപ്പിക്കുന്നു. പല രീതിയിലുള്ള കുട്ടികളാണെന്ന് പറഞ്ഞാൽ അവർക്കുള്ള ആവശ്യമുള്ള സ്റ്റാഫും ഉണ്ട്. ടീച്ചർമാർ, ആയമാർ, തെറാപ്പിസ്റ്റുകൾ എല്ലാം ഇപ്പോഴും ഇവിടെ കൊടുക്കുന്നു. തിരുവനന്തപുരത്ത് പൂജപ്പുര അപ്പുറം വരെയുള്ള കുട്ടികളെ എടുക്കുന്നുണ്ട്. ആര്യനാട് പറന്നോട് മുതൽ ഇങ്ങോട്ട് വന്നിട്ട് കാട്ടാക്കട, പൂജപ്പുര, ജഗതി അതുവരെയുള്ള കുട്ടികളെ 3 വണ്ടിയിലിട്ട് എടുക്കുന്നുണ്ട്. ഇങ്ങനെ തുടങ്ങിയത് എന്തുകൊണ്ടും ഞാൻ അനുഭവിച്ച കഷ്ടത മറ്റ് പാരൻസിന് ഉണ്ടാകാതിരിക്കുക. അവർക്ക് വലിയ സന്തോഷം. ഇപ്പോൾ നമ്മുടെ രാവിലെ കുഞ്ഞുങ്ങളെ എടുക്കുമ്പം പാരൻസിന് എല്ലാ കാര്യത്തിനും പോവാം. അല്ലെങ്കിൽ എല്ലാവരും ഇങ്ങനെ വീട്ടിൽ വെച്ച് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിരുന്ന അതാണ്. അപ്പം ഞാനിതുപോലെ തന്നെ സ്കൂളിലാക്കിയിട്ട് എനിക്ക് പുറത്തോട്ട് പോകാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റ് പാരൻസും വളരെ ഹാപ്പിയാണ് എല്ലാവരും. പിള്ളേരും അങ്ങനെ തന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഓരോ ദിവസം രാവിലെ വിനോദയാത്രയ്ക്ക് പോകുമ്പോൾ തന്നെയാണ് വണ്ടിയിൽ കയറുന്നത്, ഇത്രയും ദൂരം വന്നിട്ട് പോകുന്നത്. വളരെ സന്തോഷമാണ് അവർക്ക്. ആദ്യം നമ്മളൊന്നും വിചാരിച്ചില്ല, തുടങ്ങി നമ്മളെ മക്കൾക്ക് വേണ്ടി തുടങ്ങി, മക്കൾ 2 പേരും പറഞ്ഞ മക്കൾക്ക് വേണ്ടി തുടങ്ങി. പിന്നെ ദൈവം ഇത്രയും കൊണ്ട് എത്തിച്ചിട്ടേ പറയാനുള്ളൂ.
ഇന്ന് തിരുവനന്തപുരം ജില്ലയിലെ പൂവച്ചൽ, വെള്ളനാട്, കുറ്റിച്ചൽ, ആര്യനാട്, തൊളിക്കോട്, കാട്ടാക്കട, അരുവിക്കര, വെളുപ്പിൽശാല എന്നീ പഞ്ചായത്തുകളിൽ നിന്നായി 93 പരം വിദ്യാർത്ഥികളാണ് ഇവിടെ പഠനവും പരിശീലനവും നേടിവരുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ വെള്ളനാട് ഉറിയാക്കോട് പൂമല എന്ന സ്ഥലത്താണ് സവിശേഷ വിദ്യാഭ്യാസം എന്ന ലക്ഷ്യത്തോടെ സൗഹൃദ വിദ്യാലയം സ്പെഷ്യൽ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. എൻ്റെ പേര് ആരതി. ഞാനിവിടെ പ്രിൻസിപ്പളായിട്ടാണ് സേവനം അനുഷ്ഠിക്കുന്നത് ഈ സ്ഥാപനത്തിൽ. നമ്മുടെ ഈ സ്ഥാപനത്തിൽ 93 കുട്ടികളാണ് പഠിക്കുന്നത്. 18 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളും 18 വയസ്സിന് മുകളിലുള്ള കുഞ്ഞുങ്ങളുമാണ്. പ്രൈമറി 1, പ്രൈമറി 2, സെക്കൻഡറി, പ്രീ വൊക്കേഷണൽ, അതുപോലെ വൊക്കേഷണൽ എന്നീ ക്ലാസ്സുകൾ, അതായത് പ്രീ വൊക്കേഷണൽ 1 ഉണ്ട്, പ്രീ വൊക്കേഷണൽ 2 ഉണ്ട്, വൊക്കേഷണൽ AB എന്നീ ക്ലാസ്സുകളിലായിട്ടാണ് കുഞ്ഞുങ്ങൾ പഠിക്കുന്നത്. പിന്നെ ഈ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ സർവീസുകൾ കൊടുക്കാറുണ്ട്. ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി. സ്പീച്ച് തെറാപ്പിയും ആഴ്ച എല്ലാ ദിവസങ്ങളിലും കുഞ്ഞുങ്ങൾക്ക് നൽകി വരുന്നുണ്ട്. അതുപോലെ തന്നെ മെഡിക്കൽ ചെക്കപ്പുകൾ മാസത്തിൽ നൽകി വരുന്നുണ്ട് കുഞ്ഞുങ്ങൾക്ക്. നമ്മുടെ ഈ സ്ഥാപനത്തിൽ കുഞ്ഞുങ്ങൾക്ക് SCRT നൽകുന്ന സിലബസ് ഉണ്ട്. അപ്പോൾ ആ സിലബസിനെ ബേസ് ചെയ്തിട്ടാണ് കുഞ്ഞുങ്ങൾക്ക് ക്ലാസ്സുകൾ എടുക്കുന്നത്. അതിൽ 8 നൈപുണ്യങ്ങളാണ് ഉള്ളത്. ആ 8 നൈപുണ്യങ്ങളെ ബേസ് ചെയ്ത് ടീച്ചേഴ്സ് ലെസൺ പ്ലാനുകൾ തയ്യാറാക്കിയാണ് ഓരോ ക്ലാസ്സിലും ടീച്ചേഴ്സ് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത്. അതുപോലെ IEP എന്ന് പറയുന്നൊരു സ്കീമുണ്ട്, ഇൻഡിവിജ്വലൈസ്ഡ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം. അത് സിവിയർ ആയിട്ടുള്ള കുഞ്ഞുങ്ങൾക്കാണ് നമ്മൾ നൽകുന്നത്. 3 മാസം കൂടുമ്പോൾ ഒരു ഗോൾ എടുത്തിട്ട് ആ ഗോളിനെ വെച്ചുകൊണ്ട് കുഞ്ഞുങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ അവരെ പഠിപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ ഓരോ ദിവസം കഴിയുമ്പോൾ അവർക്ക് എത്രത്തോളം ഇമ്പ്രൂവ്മെൻറ്റ് വരും എന്നുള്ളത് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അത് ഓരോ ടീച്ചേഴ്സും കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ സ്ഥാപനത്തിൽ പല ഡിസബിലിറ്റി ഉള്ള കുഞ്ഞുങ്ങളാണ് പഠിക്കുന്നത്. പല കാറ്റഗറിയിലുമുള്ള കുഞ്ഞുങ്ങളുണ്ട്. ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി, അതുപോലെ തന്നെ ഓട്ടിസം, സെർബൽ പാൾസി, ഡൗൺ സിൻഡ്രം, ലേണിംഗ് ഡിസബിലിറ്റി, മൾട്ടിപ്പിൾ ഡിസബിലിറ്റി തുടങ്ങി എല്ലാ ഡിസബിലിറ്റിയും ഉള്ള കുഞ്ഞുങ്ങളുണ്ട് ഇവിടെ. അപ്പോൾ ഓരോ കുഞ്ഞുങ്ങൾക്കും നമ്മൾ അതനുസരിച്ചിട്ടാണ് ടീച്ചേഴ്സ് ക്ലാസ്സുകൾ കൊടുക്കുന്നതും അവരുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കി അവരുടെ താല്പര്യങ്ങൾ മനസ്സിലാക്കി തന്നെയാണ് നമ്മൾ ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമ്മൾ ആ ചെയ്യുന്നതിലൂടെ അവർക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. നമ്മൾക്ക് ഇപ്പം ഞാനിവിടെ ജോയിൻ ചെയ്തിട്ട് 2 വർഷമാകുന്നു. അപ്പോൾ ഈ 2 വർഷത്തിനിടയ്ക്ക് വെച്ചിട്ട് ഞാൻ എല്ലാ കുഞ്ഞുങ്ങളിലും ഒരുപാട് മാറ്റങ്ങൾ കാണുന്നുണ്ട്. ഞാൻ വന്ന സമയത്തല്ല ഇപ്പോഴത്തുള്ള കുഞ്ഞുങ്ങൾ എല്ലാവരിലും നല്ല മാറ്റങ്ങൾ കാണുന്നുണ്ട്. ഈ 18 വയസ്സിന് മുകളിലുള്ള കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഒരുപാട് ആക്ടിവിറ്റീസ് കൊടുക്കുന്നുണ്ട്. അതായത് ഫ്ലവർ മേക്കിങ്, ബുക്ക് ബൈൻഡിങ്, ക്യാൻഡിൽ മേക്കിങ്, ലോഷൻ, ഡിഷ് വാഷ്, ഹാർപ്പിക്ക് തുടങ്ങിയ കാര്യങ്ങൾ ടീച്ചേഴ്സിൻ്റെ സഹായത്തോടു കൂടി ചെയ്യിപ്പിക്കുകയും അതവർ സ്വന്തമായി ചെയ്ത് വളർത്തിക്കൊണ്ടുവരുന്നു. അത് നമ്മൾ അവർക്ക് ആ ഒരു ലക്ഷ്യം നമ്മൾ അത് കൊടുക്കുന്നത് വെച്ചാൽ ഇനി അവരൊരു സ്വയം തൽപരരാകുക, സമൂഹത്തിന് മുൻധാരയിലേക്ക് ഇറങ്ങി അവർക്ക് സ്വന്തമായിട്ട് ഒരു വരുമാനം കണ്ടെത്തുക എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്തു വരുന്നത്. അതിലും കുഞ്ഞുങ്ങൾ വളരെ കഴിവുള്ളവരാണ്. അവരതും നല്ല രീതിയിൽ ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നീട് കലാകായിക മേഖലയിൽ, അതായത് ഇപ്പം പഞ്ചായത്ത് കലോത്സവങ്ങളിലും അതുപോലെ മറ്റ് ജില്ലാതല പ്രോഗ്രാമുകളിലൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. തിളക്കമാർന്ന വിജയങ്ങൾ അവർ കൈവരിക്കുന്നുണ്ട്. ട്രോഫികളും മറ്റു കാര്യങ്ങളൊക്കെ അവർ മേടിച്ചുകൊണ്ട് വരുന്നുണ്ട്. അതും ഞങ്ങൾക്ക് അഭിമാനകരമായ നേട്ടമാണ് കുഞ്ഞുങ്ങളിൽ. അതുപോലെ തന്നെ എല്ലാ ആക്ടിവിറ്റീസിലും അവർ മുൻപന്തിയിലാണ്. ചിത്രരചന, അതുപോലെ തന്നെ കളറിങ്, പെയിൻറ്റിങ് എന്നീ കാര്യങ്ങളിലും കുഞ്ഞുങ്ങൾ മുൻപന്തിയിൽ തന്നെയാണ്. അവരുടെ നല്ലൊരു മാറ്റം നമ്മൾക്ക് ഈ നാളുകളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളിലും അവർ മെച്ചപ്പെട്ട് നല്ല മുൻപന്തിയിൽ തന്നെ വരുന്നുണ്ട്. ഓരോ ക്ലാസ്സുകളിലും 8 കുട്ടികൾ വീതമാണുള്ളത്. ഓരോ 8 കുട്ടികൾക്ക് ഒരു ടീച്ചർ എന്ന രീതിയിലാണ് നമ്മൾ വച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റാഫുകൾ 6 പേരാണ്, 6 ടീച്ചേഴ്സാണ്, സ്പെഷ്യൽ ടീച്ചേഴ്സ് ഉള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ എംബ്രോയ്ഡറി ക്ലാസ്സുകളുണ്ട്. അത് നമ്മുടെ കുഞ്ഞുങ്ങൾ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. സ്പെഷ്യൽ ടീച്ചർ തന്നെയാണ് എംബ്രോയ്ഡറി ചെയ്യിപ്പിക്കുന്നത്. ടീച്ചർ യൂട്യൂബിൽ കണ്ട് പഠിച്ച് അത് കുഞ്ഞുങ്ങളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അതെല്ലാ കുഞ്ഞുങ്ങളും നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ടൈമൊക്കെ അവർക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ അവർ നല്ല രീതിയിൽ എംബ്രോയ്ഡറി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മ്യൂസിക് തെറാപ്പി കൊടുക്കുന്നുണ്ട്. ഡാൻസ് പ്രോഗ്രാമുകൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്. അതിനുള്ള ടീച്ചേഴ്സ് വരുന്നുണ്ട്, അവരെയും കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്. അതുപോലെ ഡ്രോയിങ്ങിന് ഒരു സാറുണ്ട്, സാറ് വരുന്നുണ്ട് ആഴ്ചയിൽ.
അത് സാറ് വന്ന് പഠിപ്പിക്കുന്നുണ്ട്. അതൊക്കെ കുഞ്ഞുങ്ങൾക്ക് വലിയൊരു നേട്ടമാണ്. നല്ല രീതിയിൽ അതൊക്കെ ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ട് വരുന്നുണ്ട്. നമ്മുടെ ഈ സ്ഥാപനത്തിൽ അധ്യാപകരെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് അഭിമാനം തന്നെയാണ്. കാരണം അവരവരുടെ സ്വന്തം കുഞ്ഞുങ്ങളെ പോലെയാണ് ഓരോ കുഞ്ഞുങ്ങളെ നോക്കുന്നത്. കൂടുതലും ഈ സിവിയർ എല്ലാ ടീച്ചേഴ്സും അതുപോലെ തന്നെയാണ്. പക്ഷേ ഈ സിവിയർ ആയിട്ടുള്ള കുഞ്ഞുങ്ങളെ 18 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളുണ്ട്, നല്ല സിവിയറാണ്. അവർ നടക്കത്തില്ല, തന്നെ ആഹാരം കഴിക്കത്തില്ല, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ എല്ലാ കാര്യങ്ങളും അധ്യാപകർ തന്നെയാണ് ചെയ്തു കൊടുക്കുന്നത്. സ്വന്തം മക്കളെ പോലെ തന്നെയാണ് എല്ലാ കുട്ടികളെയും അധ്യാപകർ നോക്കുന്നത്. നല്ല ഡെഡിക്കേഷനാണ് അവർക്കുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഒരു വാനിലൊക്കെ ടീച്ചർ തന്നെയാണ് പോയി കുഞ്ഞുങ്ങളെ എടുത്തിട്ട് വരുന്നത്. സാധാരണ ആയമാരാണ് പോകേണ്ടത്, പക്ഷേ അതിൻ്റെ അഭാവം കൊണ്ട് ടീച്ചർ തന്നെയാണ് ഡ്രൈവറിൻ്റെ കൂടെ പോയി കുഞ്ഞുങ്ങളെ എടുത്തിട്ട് വരുന്നത്. അപ്പോൾ നല്ല രീതിയിലാണ് ടീച്ചേഴ്സ് എല്ലാവരും കുഞ്ഞുങ്ങളെ നോക്കുന്നത്. ഞങ്ങൾക്ക് പറയാതിരിക്കാൻ പറ്റില്ല, ഞങ്ങൾക്ക് അഭിമാനമാണ് ഞങ്ങളുടെ ടീച്ചേഴ്സ് എല്ലാവരും. ഞങ്ങളുടെ കൂടെ ഒപ്പം നിന്ന് തന്നെ എല്ലാ കുഞ്ഞുങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ നന്നായിട്ട് കഠിന പ്രയത്നം ചെയ്യുകയും ചെയ്യുന്നത് അധ്യാപകർ തന്നെയാണ്. സെറിബ്രൽ പൾസി, ഡൗൺ സിൻഡ്രോം, ഇന്റലക്ച്വൽ ഡിസബിലിറ്റി, ഓട്ടിസം, പഠന വൈകല്യം എന്നിവയുള്ള കുട്ടികൾ ഇവിടെ പരിശീലനം നേടിവരുന്നു. ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ഡെവലപ്മെന്റൽ തെറാപ്പി, മ്യൂസിക് തെറാപ്പി തുടങ്ങിയ തെറാപ്പികൾ കുട്ടികൾക്ക് നൽകി വരുന്നു. എല്ലാ മാസങ്ങളിലും മെഡിക്കൽ ചെക്കപ്പും കുട്ടികൾക്ക് നൽകി വരുന്നു. പ്രീ പ്രൈമറി, പ്രൈമറി 1, പ്രൈമറി 2, സെക്കൻഡറി, പ്രീ വെക്കേഷണൽ 1, പ്രീ വെക്കേഷണൽ 2, വൊക്കേഷണൽ തുടങ്ങിയ ക്ലാസ്സുകളിലായി വിദ്യാർത്ഥികൾ പഠിച്ചു വരുന്നു. എൻ്റെ പേര് ജോജു സൈമൺ. ഞാൻ ഈ സൗഹൃദ വിദ്യാലയത്തിൽ അഡ്മിനിസ്ട്രേറ്ററാണ്. ഈ സ്ഥാപനം ആരംഭിച്ചത് എൻ്റെ പിതാവ് ആർ സൈമണും മാതാവ് ലളിതകുമാരിയും കൂടി ചേർന്നാണ്. ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ സ്ഥാപനം ആരംഭിച്ചത്. എൻ്റെ സഹോദരൻ ജോസ്വിൻ ജന്മന ഭിന്നശേഷിക്കാരനാണ്, ഒരു സെറിബ്രൽ പാൾസി രോഗബാധിതനാണ്. അതുപോലെ സഹോദരി സിമി സൈമൺ ശാരീരികമായി പരിമിതിയുള്ള ഒരു വ്യക്തിയാണ്. അവർക്ക് രണ്ടുപേർക്കും വേണ്ടിയിട്ടാണ് ഒന്നാമതായി പിതാവ് മാതാവ് ഈ സ്ഥാപനം ആരംഭിച്ചത്. 2002 ഞങ്ങളുടെ സ്കൂൾ ആരംഭിക്കുന്നത്. അതിന് പിന്നിലുണ്ടായ സാഹചര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവർക്ക് ഭിന്നശേഷിക്കാരായതുകൊണ്ട് തന്നെ നോർമൽ വിദ്യാഭ്യാസം അവർക്ക് ഉപയോഗപ്രദമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് വിദ്യാഭ്യാസവും പരിചരണവും പരിശീലനം കൊടുക്കുവാൻ വേണ്ടി പല വഴികളും നോക്കി, പല സ്ഥാപനങ്ങളിലും അവരെ കൊണ്ടുപോയി. പക്ഷേ സ്വന്തം കാര്യങ്ങൾ നോക്കാൻ അവർക്ക് കഴിയാത്തതുകൊണ്ട് മറ്റു വഴികളൊന്നും അവരുടെ മുന്നിൽ വന്നില്ല. ആകെയുള്ള ഒരേ ഒരു സൊല്യൂഷൻ സ്വന്തമായിട്ടൊരു സ്ഥാപനം ആരംഭിക്കുക എന്നുള്ളത് മാത്രമാണ്. പക്ഷേ അപ്പോഴും ഒരുപാട് പരിമിതികൾ അവരുടെ മുമ്പിൽ ഉണ്ടായിരുന്നു. എന്ന് തന്നെയായിരുന്നാലും ആ പരിമിതികളെ കണ്ടു പേടിക്കാതെ അവർ ഒരു സ്ഥാപനം ആരംഭിക്കുവാൻ തീരുമാനിച്ചു. അങ്ങനെ കുന്നുവിളയിൽ ഞങ്ങളുടെ തിരുവനന്തപുരത്ത് പൂവച്ചൽ പഞ്ചായത്തിൽ ഉറിയാക്കോട് കുന്നുവിളയിലാണ് ഞങ്ങളുടെ ഭവനം. കുന്നുവിളയിലുള്ള ഞങ്ങളുടെ ഭവനത്തിലാണ് ആദ്യമായി ഞങ്ങളുടെ സ്ഥാപനം ആരംഭിച്ചത്. അന്ന് ഞങ്ങളുടെ വീടിനോട് ചേർന്ന് ഒരു ഷെഡ് പണിത് അവിടെയാണ് ഞങ്ങൾ സ്കൂൾ ആരംഭിച്ചത്. അന്ന് ഞങ്ങൾക്ക് 8-9 കുട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ടീച്ചറും ഒരായയും അന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ സ്കൂൾ ആരംഭിച്ചു. ഒത്തിരി പരിമിതികൾ അന്നുണ്ടായിരുന്നു. മാത്രമല്ല സ്കൂൾ തുടങ്ങിയ സമയത്ത് പപ്പ സാമ്പത്തികമായിട്ടൊക്കെ അത്യാവശ്യം സാമ്പത്തികം ഉണ്ട ഒരു ചുറ്റുപാടായിരുന്നു. പക്ഷേ ആ സമയത്ത് അദ്ദേഹത്തിന് കോൺട്രാക്റ്റ് വർക്കും അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടൊക്കെ ഒത്തിരി നേട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സ്ഥാപനം തുടങ്ങി കുറച്ച് വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ ബിസിനസ് പരാജയപ്പെട്ടു. വലിയൊരു കടബാധ്യത വന്നു. പക്ഷേ അതിൻ്റെ നടുവിലും സ്ഥാപനം എങ്ങനെയെങ്കിലും കൊണ്ടുപോകാൻ ഒത്തിരി പരിശ്രമിച്ചു. പക്ഷേ അന്ന് പല കാരണങ്ങൾ കൊണ്ട് സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. അപ്പോൾ അവിടെ വെച്ച് സ്ഥാപനം നിർത്തേണ്ട ഒരു സാഹചര്യം കടന്നു വന്നു. അങ്ങനെ സ്ഥാപനം നിർത്തി. എന്നാൽ ചില വർഷങ്ങൾ കഴിഞ്ഞ് 2006-07 ആ കാലഘട്ടത്തിലാണ് സ്ഥാപനം വീണ്ടും പുനരാരംഭിക്കുന്നത്. അതിനുള്ള പ്രത്യേക കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാവരും തന്നെ ഞങ്ങളുടെ അന്വേഷണത്തിൽ അവരാരും സ്കൂളിൽ പഠിക്കുന്നില്ല, അവരെല്ലാവരും ഭവനത്തിലാണ് എന്ന് മനസ്സിലാക്കി. അപ്പോൾ എന്തായാലും ഞങ്ങൾ വീണ്ടും സ്ഥാപനം ആരംഭിക്കുവാൻ വേണ്ടി തീരുമാനിച്ചു. അന്ന് ഞങ്ങളെ സഹായിക്കുവാൻ വേണ്ടി വെള്ളനാട് നവജീവനിലെ ബഹുമാനപ്പെട്ട ഫെലിക്സ് അച്ഛനും ഞങ്ങളെ സഹായിച്ചു. അദ്ദേഹത്തിൻ്റെ ഒരു വാക്ക് നിമിത്തമാണ് ഞങ്ങൾ സ്ഥാപനം വീണ്ടും ആരംഭിച്ചത്. അദ്ദേഹം സാമ്പത്തികമായി കൈത്താങ്ങാമെന്ന് പറഞ്ഞു. പക്ഷേ കുറച്ച് നാൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്ഥാപനത്തിന് ഞങ്ങളെ സഹായിപ്പാൻ വേണ്ടി കഴിഞ്ഞുള്ളൂ. അവർക്ക് സാമ്പത്തികമായി ബുദ്ധിമുട്ട് വന്ന സമയത്ത് അവർക്ക് ഞങ്ങളെ സഹായിപ്പാൻ വേണ്ടി കഴിഞ്ഞില്ല. പിന്നെ നമ്മുടെ മറ്റ് പല വ്യക്തികളും മറ്റ് പല സ്ഥാപനങ്ങളും ഞങ്ങളെ സഹായിച്ചു. അന്ന് ഞങ്ങൾ ഗവൺമെൻറ് രജിസ്ട്രേഷനോ ഗവൺമെൻറ്റിൽ നിന്ന് ധനസഹായങ്ങളോ ലഭിക്കുമായിരുന്നില്ല. അങ്ങനെ 2010 വരെ ഞങ്ങൾ അവിടെ പ്രവർത്തിച്ചു. ചിത്രരചന, പെയിന്റിംഗ്, ക്രാഫ്റ്റ് വർക്കുകൾ, എംബ്രോയിഡറി വർക്കുകൾ എന്നിവയിൽ വിദ്യാർത്ഥികൾ അതീവ തൽപരരാണ്. ഡാൻസ് ക്ലാസുകൾ, മ്യൂസിക് ക്ലാസുകൾ എന്നിവ വിദ്യാർത്ഥികൾക്ക് നൽകി വരുന്നുണ്ട്. സമർപ്പണ മനോഭാവവും
പരിചയസമ്പത്തുമുള്ള അധ്യാപക അനധ്യാപക ജീവനക്കാരുടെ സേവനമാണ് സൗഹൃദ വിദ്യാലയത്തിൻ്റെ വിജയകരമായ പ്രവർത്തനത്തിന് സഹായകമാകുന്നത്. വൊക്കേഷണൽ ക്ലാസ്സിലെ കുട്ടികൾക്ക് എംബ്രോയ്ഡറിയാണ് മെയിനായിട്ട് പഠിപ്പിച്ചെടുക്കുന്നത്. ആദ്യമൊന്നും ഇവർക്ക് സൂചി നൂലും പിടിക്കാൻ പോലും നന്നായിട്ട് അറിയില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ നന്നായിട്ട് അവർ ഏതൊക്കെ സ്റ്റിച്ച് ഏതൊക്കെ പൂക്കളിൽ ചെയ്യണം എന്ന രീതിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. നന്നായിട്ട് തയ്ക്കും. ഓരോ കുട്ടികളും അവരവർക്ക് വരച്ചു കൊടുക്കുന്ന പ്രിൻ്റ് അനുസരിച്ച് നന്നായിട്ട് തയ്ച്ചെടുക്കുന്നുണ്ട്. 2 വർഷമായി നമ്മൾ തുടങ്ങിയിട്ട്. 2 വർഷത്തിനകത്ത് അവരിപ്പോൾ നന്നായിട്ട് ചെയ്യും. ഈ കുട്ടി അവരുടെ സ്വന്തമായിട്ട് ഡ്രസ്സ് എംബ്രോയ്ഡറി ചെയ്ത് ഇട്ടു. അവളുടെ ഒരു ചുരിദാറിന് നന്നായിട്ട് എംബ്രോയ്ഡറി വർക്കൊക്കെ ചെയ്ത് അവൾ തയ്ച്ചിട്ടു. ഒരുപാട് പിള്ളേർ ചെയ്യാറുണ്ട്. അവരവരുടെ ഡ്രസ്സുകളിലും കർഷിപ്പുകളിലൊക്കെ അവരവരുടെ ഡ്രസ്സുകളിലൊക്കെ ചെയ്യാറുണ്ട്. കഴിയുന്നതാണ് ചെയ്യുന്നത്. അപ്പോൾ അത് മാത്രമല്ല, അവളെ പേര് വിളിച്ചാൽ നമ്മൾ ഏത് ദിശയിൽ നിന്ന് പേര് വിളിച്ചാലും അവളെ പേര് മനസ്സിലാക്കി പിന്നെ പ്രതികരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇതാണ്. അതുകൊണ്ട് ആദ്യം നമ്മളിങ്ങനെ ശബ്ദങ്ങൾ പുറപ്പെടുവിച്ച് പഠിപ്പിക്കും. അത് കഴിഞ്ഞിട്ട് ചെറിയ രീതിയിൽ അവരുടെ പേര് വിളിക്കും. ഭിന്നശേഷിക്കാരായ സഹോദരങ്ങളുടെ ഇളയ അനുജനായി ജനിക്കുകയും മാതാപിതാക്കളുടെ സേവന പ്രവർത്തനങ്ങളിൽ സജീവവുമായി ഇടപെട്ട് വളർന്നു വന്ന ജോജോ സൈമൺ ഈ സ്ഥാപനത്തിൻ്റെ മേൽനോട്ടത്തിനായി രൂപീകരിച്ച സുപ്ര ചാരിറ്റബിൾ സൊസൈറ്റിയുടെ സെക്രട്ടറിയായി സേവനം ചെയ്തു വരുന്നു. 2010 ഞങ്ങളുടെ കുട്ടികളുടെ എണ്ണം വർദ്ധിച്ചപ്പോൾ ഞങ്ങളുടെ ആ ഷെഡിൽ സ്ഥലം മതിയാകാതെ വന്നു. അങ്ങനെ ഞങ്ങളുടെ വീടിൻ്റെ 2ാമത്തെ നില അവിടെ ഞങ്ങൾ ഒരു ഷെഡ് അല്പം വിശാലമായി ഞങ്ങൾ പണിത് അവിടെ ഞങ്ങളുടെ പ്രവർത്തനം ആരംഭിച്ചു. ആ സമയത്ത് തന്നെ ഞങ്ങൾക്ക് രജിസ്ട്രേഷൻ ലഭിക്കുകയും അതുമുതൽ നമുക്ക് ഗ്രാൻഡ് ലഭിക്കുവാനും ആരംഭിച്ചു. പക്ഷേ സ്ഥാപനം അന്ന് ഞങ്ങളുടെ ഈ ദേശത്ത് മറ്റ് സ്ഥാപനങ്ങളില്ല. അടുത്തുള്ള പഞ്ചായത്തുകളിലോ അടുത്തുള്ള പ്രദേശങ്ങളിലോ തന്നെ അങ്ങനെയുള്ള സ്ഥാപനങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഒത്തിരി കുഞ്ഞുങ്ങൾ കടന്നു വന്നുകൊണ്ടിരുന്നു. പുതിയ അഡ്മിഷനുകൾ വന്നു. ആ സമയത്ത് ഞങ്ങളുടെ അവിടുത്തെ സ്ഥലം പരിമിതമായി വന്നു. അവിടെ നമുക്ക് കുഞ്ഞുങ്ങളെല്ലാവരെയും പഠിപ്പിക്കുവാനും അവർക്ക് വേണ്ട സേവനങ്ങൾ കൊടുക്കുവാനും കഴിയാത്ത ഒരു സാഹചര്യം വന്നു. അപ്പോൾ അങ്ങനെ ഇരുന്ന സമയത്ത് ഞങ്ങൾക്ക് പുതിയൊരു കെട്ടിടം പണിയണം, പുതിയ സ്വന്തമായി സ്ഥലം സ്കൂളിന് വേണമെന്നുള്ളൊരു ആഗ്രഹം വന്നു. പക്ഷേ അപ്പോഴും സാമ്പത്തിക പ്രതിസന്ധി, സ്കൂള് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ തന്നെ ഒത്തിരി കടബാധ്യതയുണ്ട്. പലപ്പോഴും നമ്മുടെ സൗകര്യങ്ങൾ പലപ്പോഴും നിർത്തേണ്ട സാഹചര്യങ്ങൾ വന്നു. അങ്ങനെ ഇരുന്ന സമയത്ത് ഞങ്ങൾക്ക് സ്ഥലം മേടിക്കുക, അതോടൊപ്പം തന്നെ സ്ഥലം മേടിച്ച് അവിടെ കെട്ടിടം പണിയുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് വളരെ ഞങ്ങളെക്കൊണ്ട് നടത്താൻ പറ്റാത്ത ഒരു കാര്യമായിരുന്നു. എന്തിനേറെ പറയുന്നു, ഞങ്ങളന്ന് സ്വന്തമായിട്ടൊരു വാഹനവും ഇല്ലായിരുന്നു. ഞങ്ങൾ വാടക വാഹനത്തിലാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. പലപ്പോഴും ഞങ്ങൾക്ക് അവരുടെ വാടക വാഹനത്തിൽ കൊണ്ടുവരുമ്പോഴും പലപ്പോഴും അവരുടെ ഓരോ മാസത്തെ റെൻറ്റ് പോലും നമുക്ക് പലപ്പോഴും കൊടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. അങ്ങനെയുള്ള ഒരു ബാധ്യത ആ സമയത്തുണ്ടായിരുന്നു. വാടക കൊടുക്കുവാൻ താമസിച്ചതുകൊണ്ട് പലപ്പോഴും അവർ വാഹനം കൊണ്ടുവരാതേക്കിരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു ചുറ്റുപാട് ഞങ്ങൾക്ക് സ്ഥലം വാങ്ങുക, കെട്ടിടം പണിയുക ഒരിക്കലും കഴിയാത്ത ഒരു കാര്യമായിരുന്നു. ഞങ്ങളുടെ സ്ഥാപനത്തെ സ്നേഹിക്കുന്ന ചില വ്യക്തികൾ ഞങ്ങളുടെ നാട്ടിലുണ്ട്. അപ്പം ചില വ്യക്തികൾ ഞങ്ങൾക്ക് വേണ്ടി ബഹുമാനപ്പെട്ട റിച്ചാർഡ്സൺ എന്ന് പറഞ്ഞൊരു സാറ് അദ്ദേഹത്തോട് സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം ഞങ്ങളുടെ സ്ഥാപനത്തിന് സ്ഥലം തരാമെന്ന് പറഞ്ഞു, സൗജന്യമായിട്ട് തന്നെ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇന്നിവിടെ കാണുന്ന ഈ സ്ഥലം ഞങ്ങൾ ലഭിച്ചു. അവിടെ ഞങ്ങൾ ഒത്തിരി കഠിനാധ്വാനം ചെയ്തു, ഒത്തിരി പരിശ്രമിച്ചു. ഒരുപാട് പേരുടെ സഹായം കൊണ്ട് ഞങ്ങൾ ഇന്ന് കാണുന്ന നിലയിൽ കെട്ടിടം ഇവിടെ പണിതു. ആദ്യം ഞങ്ങൾ ഒരു നിലയാണ് കെട്ടിടം പണിതത്. അത് 2014 ഓഗസ്റ്റ് 14 ഈ കെട്ടിടം ഇനാഗുറേറ്റ് ചെയ്തത്. അന്ന് ബഹുമാനപ്പെട്ട സമ്പത്ത് സാറായിരുന്നു നമ്മുടെ ആറ്റിങ്ങലിലെ MP. അദ്ദേഹമാണ് ഞങ്ങളുടെ കെട്ടിടം ഉദ്ഘാടനം ചെയ്തത്. അന്ന് ഇവിടെ വളരെ പരിമിതമായ സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. നമുക്ക് കെട്ടിടം മാത്രമേ ഉള്ളൂ. നമുക്കന്ന് വൈദ്യുത കണക്ഷൻ ഇല്ല, ഇവിടെ പ്ലാസ്റ്ററിങ് ചെയ്തിട്ടില്ല, ചുറ്റുമതിലില്ല, വളരെ പരിമിതമായ ഒരു സാഹചര്യം. പക്ഷേ ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്ന സാഹചര്യത്തിൽ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി വിശാലമായൊരു സാഹചര്യമായിരുന്നതുകൊണ്ട് ഞങ്ങൾക്കന്ന് ഒത്തിരി സന്തോഷമുണ്ടായിരുന്നു. പക്ഷേ നാളുകൾ കഴിഞ്ഞപ്പോഴും ഞങ്ങൾ പ്രതീക്ഷിച്ചത് പോലുള്ള ഒത്തിരി മാറ്റങ്ങളൊന്നും വന്നില്ല. ഇവിടെ പണികൾ പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. പണികളെല്ലാം പൂർത്തീകരിക്കാൻ വേണ്ടി കിടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ വയറിങ് കഴിഞ്ഞിട്ടില്ല, പ്ലാസ്റ്ററിങ് കഴിഞ്ഞിട്ടില്ല, ചുറ്റുമതിലായിട്ടില്ല. അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ, പരിമിതമായ സാഹചര്യം ഞങ്ങൾക്കന്നുണ്ടായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി ഞങ്ങളുടെ സ്ഥാപനത്തോടു കൂടെ ഉണ്ടായിരുന്നു. അനേകരുടെ പ്രാർത്ഥന, ഈ പേരൻസിൻ്റെ പ്രാർത്ഥന, ഞങ്ങളുടെ പ്രാർത്ഥന കാര്യമായിട്ടുണ്ടായിരുന്നതുകൊണ്ട് ഓരോ ദിവസവും ഞങ്ങളുടെ സ്ഥാപനത്തെ ദൈവം നടത്തി
ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം കെട്ടിട പണികളെല്ലാം നടന്നു. എല്ലാം വളരെ ഗ്രാജുവലി ക്രമേണ ഓരോ സൗകര്യങ്ങളും ഞങ്ങൾക്കുണ്ടായി. 2021 ഞങ്ങൾക്ക് 2ാമത്തെ നില പണിത് അവിടെ പൂർത്തീകരിച്ച് അവിടെയും പ്രവർത്തനം ആരംഭിക്കുവാൻ വേണ്ടി കഴിഞ്ഞു. പല സമയങ്ങളിൽ ഞങ്ങളുടെ കെട്ടിട പണികളൊക്കെ നടന്നുകൊണ്ടിരുന്ന സമയത്ത് പലപ്പോഴും ഞങ്ങൾ കെട്ടിട പണി നിർത്തിവെക്കാം, ഇനി ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല എന്ന് വിചാരിച്ച സമയത്ത് അത്ഭുതകരമായി പല വ്യക്തികൾ കടന്നു വന്ന്, പല ജീവിതങ്ങൾ കടന്നു വന്ന് ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. അതൊക്കെ ഞങ്ങൾ ഈ സമയത്ത് ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷം വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങൾ ഈ കെട്ടിടം പണിയുവാൻ വേണ്ടി ഞങ്ങൾക്കൊരു ബാധ്യത ഉണ്ടായിരുന്നു. ഒത്തിരി വലിയൊരു ബാധ്യത ഞങ്ങൾക്ക് വ്യക്തിപരമായി ഉണ്ടായി. അങ്ങനെ ഒരു ബാധ്യത പ്രധാനമായിട്ട് ഞങ്ങളൊരു സോഴ്സായിട്ട് കണ്ടിട്ടാണ് ഞങ്ങളുടെ പണികളെല്ലാം ആരംഭിച്ചത്. ഏകദേശം 2018-2019 അതിലെ ബാധ്യതകളെല്ലാം ഞങ്ങൾക്ക് തീർക്കുവാൻ വേണ്ടി കഴിഞ്ഞത്. ഇന്ന് ഞങ്ങൾക്ക് അങ്ങനെയുള്ള ബാധ്യതകളൊന്നുമില്ല. പക്ഷേ ഞങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട വളരെ മനോഹരമായ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം അക്കോമഡേറ്റ് ചെയ്യുവാൻ വേണ്ടി കഴിയുന്ന നിലയിലുള്ള കെട്ടിട സൗകര്യങ്ങൾ ദൈവം തന്നു. ഇന്ന് ഞങ്ങൾക്ക് ഒത്തിരി സൗകര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ സ്ഥാപനം ഞങ്ങളുടെ എല്ലാ കുഞ്ഞുങ്ങളെയും അക്കോമഡേറ്റ് ചെയ്യാനും അവർക്കുള്ള പരിശീലനവും അതുപോലെ വിദ്യാഭ്യാസം കൊടുക്കാനുള്ള ഇൻഫ്രാസ്ട്രക്ചർ, അതുപോലെ തന്നെ നല്ല അനുഗ്രഹിക്കപ്പെട്ട ഡെഡിക്കേഷൻ ഉള്ള സ്റ്റാഫും ഞങ്ങൾക്കുണ്ട്. ഇവിടെ നമുക്ക് ഒത്തിരി സേവനങ്ങൾ കൊടുക്കാൻ കഴിയുന്നുണ്ട്. ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ഡെവലപ്മെൻ്റൽ തെറാപ്പി, പിന്നെ മ്യൂസിക് തെറാപ്പി, ഹോർട്ടിക്കൾച്ചർ തെറാപ്പി, അങ്ങനെയുള്ള തെറാപ്പികൾ എല്ലാം തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുവാൻ വേണ്ടി കഴിയുന്നുണ്ട്. വെറുതെ പേരിന് കൊടുക്കുന്നെന്ന് മാത്രമല്ല, നിമിത്തമായി ഒത്തിരി കുഞ്ഞുങ്ങൾക്ക് മാറ്റവും വരുന്നുണ്ട്. നമ്മുടെ ഇവിടെ പഠിക്കുന്ന ഒരു കുഞ്ഞ് അനിലാഷ് എന്നാണ് ആ കുഞ്ഞിൻ്റെ പേര്. നമുക്ക് ആ കുഞ്ഞിനെ ഇവിടെ ലഭിക്കുമ്പോൾ 3 വയസ്സ് പ്രായം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ നിരന്തരമായ നമ്മുടെ പരിശ്രമം കൊണ്ട്, ഫിസിയോതെറാപ്പി നൽകുന്നത് കൊണ്ട് ആ കുഞ്ഞ് ഇന്ന് സ്വയമായി നടക്കുവാൻ ആരംഭിച്ചു. അത് ഞങ്ങൾക്ക് വളരെ സന്തോഷം തരുന്നൊരു കാര്യമാണ്. അങ്ങനെ ഒത്തിരി മാറ്റങ്ങൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കുണ്ട്. എല്ലാ പേരൻസും വളരെ ഞങ്ങളുടെ സ്ഥാപനത്തിൽ അയക്കുന്നതുകൊണ്ട് എല്ലാവർക്കും വളരെ സന്തോഷമാണ്. നമ്മുടെ ഇപ്പോൾ 3 വാഹനം അയച്ചാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്നത്. വെള്ളനാട്, കാട്ടാക്കട, ആര്യനാട്, തൊളിക്കോട്, അരുവിക്കര, വിളപ്പിൽ എന്നീ പഞ്ചായത്തുകളിൽ നിന്നുള്ള കുഞ്ഞുങ്ങൾ ഇന്നിവിടെ പഠിക്കുന്നുണ്ട്. ശാരീരികമായി മാനസികമായി പരിമിതികളുള്ള കുഞ്ഞുങ്ങളാണ് എല്ലാവരും പഠിക്കുന്നത്. നമ്മൾ തികച്ചും സൗജന്യമായാണ് അവർക്ക് എല്ലാ സേവനങ്ങളും നൽകുന്നത്. ഇതൊരു ഗ്രാമപ്രദേശമാണ്. പല കുഞ്ഞുങ്ങളും സാമ്പത്തികമായി വളരെ പിന്നോക്കാവസ്ഥയിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഫീസ് മേടിച്ചൊന്നും അവരെ പഠിപ്പിക്കുവാനൊന്നും കഴിയത്തില്ല. അങ്ങനെ ഫീസ് മേടിക്കാൻ നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞുങ്ങളെ അവർക്ക് അയക്കുവാൻ വേണ്ടി കഴിയത്തില്ല. അങ്ങനെ ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ സ്ഥാപനം ആരംഭിച്ചത് മുതൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സൗജന്യമായാണ് എല്ലാ സേവനങ്ങളും നൽകി വരുന്നത്. ഒരു പൈസയും അവിടെ നിന്ന് ഫീസായിട്ട് മേടിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ പോലും നമ്മൾ സർവീസുകൾ ഒരിക്കലും നമ്മൾ അതിന് കുറവ് വരുത്തില്ല. അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും നമ്മുടെ പരിമിതമായ സാഹചര്യങ്ങളിലും അവർക്ക് നൽകാൻ കഴിയുന്ന, നമ്മളെ കൊണ്ട് നൽകാൻ കഴിയുന്ന, നമ്മുടെ ചുറ്റുപാട് കൊണ്ട്, നമ്മുടെ പരിസ്ഥിതി കൊണ്ട് നൽകാൻ കഴിയുന്ന എല്ലാ സേവനങ്ങളും എല്ലാ സൗകര്യങ്ങളും നമ്മൾ കുഞ്ഞുങ്ങൾക്ക് നൽകാറുണ്ട്. അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയുടെ സഭാ ശുശ്രൂഷ ചുമതലകളിലും നിരവധിയായ സുവിശേഷ പ്രവർത്തനങ്ങളിലും സജീവമായ ജോജു സൈമണിനോടൊപ്പം ഭാര്യ ആരതി ബിയോ സൗഹൃദ വിദ്യാലയത്തിൻ്റെ പ്രിൻസിപ്പലായും സേവനം ചെയ്തു വരുന്നു. എൻ്റെ വൈഫാണ് ഈ സ്കൂളിലെ പ്രിൻസിപ്പൾ. ആരതി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അമ്മ, ഞങ്ങൾ 3 പേര് എപ്പോൾ സ്കൂളിലുണ്ട്. ഞങ്ങളുടെ എല്ലാവരുടെയും കൂട്ടായിട്ടുള്ള പരിശ്രമമാണ് സ്കൂൾ ഇത്ര വിജയമായി മുന്നോട്ട് പോകുന്നത്. അതുപോലെ ഞങ്ങൾക്ക് നല്ലൊരു PTA ഉണ്ട്. വളരെ സമർപ്പണമുള്ള, വളരെ എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങളോട് ഒരുമിച്ച് നിന്ന് പ്രവർത്തിപ്പാൻ താല്പര്യമുള്ള ഒരു PTA ഞങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ കൂട്ടായ പ്രവർത്തനം, ഞങ്ങളുടെ കൂട്ടായിട്ടുള്ള ആലോചനകളൊക്കെ ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്ക് വളരെ സഹായകരമാണ്. അപ്പോൾ തന്നെ ഞങ്ങൾക്ക് സാമ്പത്തികമായി ഒത്തിരി പരിമിതികൾ ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട്. വാഹന സൗകര്യം കൊടുക്കുക എന്നുള്ളത് വളരെ ഒത്തിരി സാമ്പത്തിക ബാധ്യത ഞങ്ങൾ കൊണ്ടുവരുന്ന ഒരു കാര്യമാണ്. അതുപോലെ കെട്ടിട സൗകര്യം ഞങ്ങൾക്കിവിടെ പരിമിതമായ സൗകര്യമേ ഉള്ളൂ. ഞങ്ങൾക്ക് കുറച്ചുകൂടി സ്ഥലം മേടിക്കണമെന്നുള്ള താല്പര്യമുണ്ട്. പക്ഷേ അതിനുള്ള മുഖാന്തരമൊന്നും ഒരുങ്ങാത്തതുകൊണ്ടാണ് ഞങ്ങൾ അതിനുവേണ്ടി കാത്തിരിക്കുന്നത്. എന്നാൽ ഞങ്ങൾക്കൊരു വിശ്വാസമുണ്ട്, അതിനുള്ള വഴികളും ഇതുവരെ ഞങ്ങൾ കൊണ്ടുവന്ന സർവശക്തൻ അതിനുള്ള വഴികളും ഒരുക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഞങ്ങളുടെ പ്രവർത്തനം മനസ്സിലാക്കി, അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന ഈ സേവനം മനസ്സിലാക്കി സുമനസ്സുകൾ സഹായിക്കുന്നതും കൂടിയിട്ടുണ്ടാണ്. പല വ്യക്തികളും അവരെ കൊണ്ട് കഴിയുന്ന നിലയിൽ ഞങ്ങളെ സഹായിക്കാറുണ്ട്. അവരോടുള്ള നന്ദിയും ഞങ്ങൾ അറിയിക്കുന്നു. അതുപോലെ തന്നെ തുടർന്നും ഈ സ്ഥാപനം നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് വളരെ താല്പര്യമുണ്ട്. അതിനുവേണ്ടി പല പദ്ധതികളും ഞങ്ങൾ ആവിഷ്കരിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു പ്രവർത്തനം, കഴിഞ്ഞ ഓണത്തിന് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ വൊക്കേഷണൽ ക്ലാസ്സിൽ 18 വയസ്സിന് മുകളിലുള്ള കുഞ്ഞുങ്ങൾ ഞങ്ങൾ സംയുക്തമായി പ്രത്യേകമായ ഒരു പരിപാടി ചെയ്തു. ഞങ്ങളുടെ സ്കൂളിനടുത്തുള്ള കുറച്ച് സ്ഥലം അവിടെ പാട്ടത്തിനെടുത്തിട്ട് അവിടെ ജമന്തി കൃഷി, ഓണത്തിന് വിളവെടുക്കുവാൻ തക്കവണ്ണം ഞങ്ങൾ ജമന്തി കൃഷി ചെയ്തു. അത് വളരെ വിജയകരമായിരുന്നു. പത്രത്തിലും അതുപോലെ ടെലിവിഷനിലുമൊക്കെ അതിൻ്റെ വാർത്തകൾ വന്നിരുന്നു.
ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അത് വളരെ ഉത്സാഹത്തോടുകൂടി ആ കാര്യങ്ങൾ ചെയ്തു. അങ്ങനെയുള്ള പല പ്രവർത്തനം ഇനിയും ഞങ്ങൾ ചെയ്യുവാൻ വേണ്ടി താല്പര്യമുണ്ട്. അതിനുവേണ്ടി എല്ലാവരുടെയും സഹകരണങ്ങളും അതുപോലെ തന്നെ പ്രാർത്ഥന. നമ്മുടെ കുഞ്ഞുങ്ങൾ, പല കുഞ്ഞുങ്ങളും ഒത്തിരി അവശ അനുഭവിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. അപസ്മാര രോഗം, മറ്റ് ശാരീരികമായ ഒത്തിരി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെ പ്രാർത്ഥനകളും ഞങ്ങൾ ചോദിക്കുന്നു. പ്രാർത്ഥന, അതുപോലെ നിങ്ങളുടെ സഹകരണങ്ങൾ, അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഞങ്ങളുടെ സ്ഥാപനത്തിൽ നിങ്ങളെ ക്ഷണിക്കുന്നു. ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ വരവ് ഞങ്ങൾക്ക് വളരെ സന്തോഷം തരുന്ന ഒന്നായിരിക്കുമെന്നും ഞാൻ നിങ്ങളോട് പറയുന്നു. നമ്മെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ അസംബ്ലീസ് ഓഫ് ഗോഡിൽ ഒരു ശുശ്രൂഷകനാണ്. എൻ്റെ സഭ വെള്ളയമ്പലത്തെ കനകനഗറിലാണ് എൻ്റെ സഭ. അവിടെയും കുറച്ച് വിശ്വാസികൾ കൂടി വരുന്നുണ്ട്. എൻ്റെ ഭാര്യ ആരതി ബിയോ, അദ്ദേഹമാണ് ഈ സ്കൂളിലെ പ്രിൻസിപ്പൾ. ഞങ്ങൾക്ക് ദൈവം ഒരു കുഞ്ഞിനെ നൽകിയിട്ടുണ്ട്. കുഞ്ഞിനിന്ന് 2.5 വയസ്സ് തികഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ കുടുംബമായി ഈ പ്രവർത്തനങ്ങളിൽ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ആയിരിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെ പ്രാർത്ഥന ഞങ്ങൾ ചോദിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഭിന്നശേഷിക്കാരായ കുഞ്ഞുങ്ങളെ സമൂഹത്തിൻ്റെ മുൻധാരയിലേക്ക് കൊണ്ടുവരിക, ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് സൗജന്യ വിദ്യാഭ്യാസവും പരിശീലനവും തെറാപ്പികളും നൽകുക, ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളെ സ്വയം പര്യാപ്തത കൈവരിക്കുവാൻ പ്രാപ്തരാക്കുക എന്നീ ഉദ്ദേശ ലക്ഷ്യങ്ങളോടെ പ്രവർത്തിച്ചു വരുന്ന സൗഹൃദ വിദ്യാലയത്തിൻ്റെ മാനേജരായി ശ്രീമതി ലളിതകുമാരി സേവനം ചെയ്തു വരുന്നു. സ്ഥാപകൻ ശ്രീ ആർ സൈമൺ 2019 ഈ ലോകം വിട്ടുപോയി എങ്കിലും ഇന്നും അദ്ദേഹം പകർന്നു തന്ന മൂല്യങ്ങൾ കാത്തു സൂക്ഷിച്ചുകൊണ്ട് സൗഹൃദ വിദ്യാലയം അനേകം കുഞ്ഞുങ്ങൾക്ക് ആശ്വാസത്തിൻ്റെ തണലൊരുക്കിയിരിക്കുകയാണ്. പ്രതീക്ഷയറ്റ ജീവിതങ്ങൾക്ക് പുതുജീവിതം പകർന്നു നൽകുവാൻ നിരവധിയായ പ്രവർത്തനങ്ങളുമായി സൗഹൃദ വിദ്യാലയം സവിശേഷ വിദ്യാഭ്യാസ രീതികളുമായി പ്രവർത്തനം തുടരുകയാണ്. വെള്ളനാടിന് സമീപം പൂമല ഉറിയാക്കോട് പ്രവർത്തിച്ചു വരുന്ന ഭിന്നശേഷിക്കാർക്കുള്ള സവിശേഷ വിദ്യാലയമായ സൗഹൃദ വിദ്യാലയത്തിൻ്റെ വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ട് തണൽ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുന്നു.